യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ പോലീസുകാരുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നമ്മൾ കാണുന്നത്. അഷ്കർ അലി കരിമയുണ്ട്. അഷ്കർ, ഇപ്പോൾ SIയുടെ വീട്ടിലേക്ക് നടത്തിയ സമരത്തിനിടയിലാണോ നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ? വലിയ പ്രതിഷേധമാണ് കുന്നംകുളത്ത് സംഭവത്തിന്റെ ഭാഗത്ത്. ഇപ്പോൾ മലപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രതിഷേധത്തിലൂടെ ആ ഭാഗത്തേക്ക് കടന്നു വന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ മർദ്ദനത്തിന് ഇരയായിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ട്. നേതാക്കൾ ഇടപെട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തനം പോലീസ് തമ്മിൽ ആദ്യഘട്ടത്തിൽ തന്നെ വാക്കേറ്റമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യം, പോലീസിന്റെ അതിക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്തുള്ള SI നോമാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് സംഘർഷമാകുമെന്നുള്ളത് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. ഇതിൽ ബാരിക്കേഡ് കെട്ടി പോലീസ് വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. 100-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഇറക്കിയാണ് ഇത്തരത്തിൽ വലിയ സന്നാഹം പോലീസ് ഒരുക്കിയിരുന്നത്. പക്ഷേ ബാരിക്കേഡിന്റെ ഈ ഭാഗത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇപ്പോൾ പ്രവർത്തകർ ഒരു വാക്കേറ്റമുണ്ടാവുകയും ഉന്തുതള്ളുണ്ടാവുകയും പോലീസ് അവരെ ലാത്തി വെച്ച് അടിക്കാനുള്ള ശ്രമവുമാണ് നടത്തിയത്. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോഴും തുടർന്നു. പ്രവർത്തകർ ആദ്യം മുതൽ തന്നെ ബാരിക്കേഡിന് മുകളിൽ കയറിയും ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു നോക്കത്തിന് വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്കേറ്റം തുടരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. അബിൻ വർക്കി അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കുന്നംകുളത്തെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധം തുടരുന്നത്. ഇന്നലെ രാത്രിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മലപ്പുറത്തെ നോമാന്റെ വീട്ടിലേക്ക് ഇല്ല, മാധ്യമപ്രവർത്തകർക്കും നിലവിൽ പരിക്കേൽക്കുക അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഒറ്റപ്പെട്ട ചില ആളുകൾ ചില മാധ്യമങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ അപ്പോൾ തന്നെ നേതാക്കൾ ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിലെയും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കൾ ഇടപെട്ട്, അതുപോലെ മലപ്പുറം DCC പ്രസിഡന്റ് BS ജോയ് അടക്കമുള്ളവർ ഇടപെട്ട് ആ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ചില മാധ്യമപ്രവർത്തകർ ഒറ്റപ്പെട്ട വിരലിലെണ്ണാവുന്ന ചില പ്രവർത്തന ഇത്തരത്തിൽ ആക്രോശം മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ പിന്നീട് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലാണ് ഇപ്പോൾ വലിയ വാക്കേറ്റം അടിപിടി നടക്കുന്നത്. ചില പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി.